ഒരു കുഞ്ഞൊറ്റക്ക് നിന്നാലും ബട്ട് സേഫ്റ്റി ഉണ്ട്. ഒരു കുഞ്ഞൊറ്റക്ക് നിന്നാലും സുരക്ഷിതമാണ് അല്ലേ? സേഫ്റ്റി ഉണ്ട്. കന്യാകുമാരി പുറത്ത് തുടങ്ങി സേഫ്റ്റി ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല. ഉള്ള பார்த்தாச்சு. ബീച്ച്, ബസ് സ്റ്റാൻഡ്, റിസോർട്ട്സ്, லாட்ஜ் എല്ലാ ഏരിയയും பார்த்துட்டு. എല്ലാം രാവിലെ മുതൽ പോലീസ് വന്നു ഇங்கே കന്യാകുമാരി DSP സാർ ഇതിൽ സൂപ്പർവൈസിങ്ങിൽ എല്ലാ ഏരിയയും பார்த்து. രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയോ? പരിശോധന തുടങ്ങി? ഒരു 4 മണി 4:30 തന്നെ തുടങ്ങി. ആമാം. ഇനി பார்க்கணும். ஆமாம், இனி இங்கே தான் இருக்குது. இந்த ரயில்வே ஸ்டேஷனில் உள்ள பார்க்கணும். ഒരു ഓട്ടോ ഡ്രൈവർ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് അരുൺ, CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ ഇപ്പോൾ മുഴുവൻ ആളുകളെയും കണ്ടുകൊണ്ട് RPFും തമിഴ്നാട് പോലീസും ഉൾപ്പെടെയുള്ളവർ ഈ കുട്ടിയെ കണ്ടോ എന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട്. കേരള പോലീസ് പ്ലാറ്റ്ഫോമിലെയും ട്രെയിനിലെയും പരിശോധന പൂർത്തിയാക്കി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. അതായത് ഇവിടെ വലിയ രീതിയിലുള്ള വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ രാവിലെ 5:30 കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടുത്തെ RPF ഉദ്യോഗസ്ഥരും എല്ലാവരും പറയുന്നത്. ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരാണ് ഇന്ന് രാവിലെ കുട്ടിയെ കണ്ടതായി പറയുന്നത്. ആ ഓട്ടോ ഡ്രൈവർമാരെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ പോലീസ് ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ രാവിലെ ഏതാണ്ട് 4:30 കൂടിയാണ് ഈ വിവരം കിട്ടുന്നത്. അപ്പോൾ തന്നെ തമിഴ്നാട് പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ആ സമയം മുതൽ തന്നെ വളരെ സജീവമായി ഈ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ഇവർ ഇറങ്ങുകയാണ്. ഇവിടെ കണ്ട ഓരോ ആളുകൾക്കും മൊബൈൽ ഫോണിലുള്ള കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ആളുകളോടും. തമിഴ്നാട് പോലീസിൻ്റെ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ സെർച്ചിങ് തുടങ്ങിയോ? രാവിലെ തുടങ്ങി. ഓട്ടോക്കാർ കണ്ടു എന്ന് പറയുന്നു അല്ലേ? ഇന്ന് രാവിലെ 5:30 5:30 കണ്ടു എന്ന് പറയുന്നു. RPF പറയുന്നുണ്ട്. CCTV നോക്കിയോ സാറേ? CCTV നോക്കുന്നു. കേരള RPF ഇങ്ങുള്ള പോലീസ് അവർ നോക്കുന്നുണ്ട്. എല്ലാവരും സജീവമാണ്. അരുൺ, നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം. തമിഴ്നാട് പോലീസ് സജീവമായി ഇവിടെയുണ്ട്. കേരള പോലീസിൻ്റെ വാഹനം ഇവിടെയുണ്ട്. ഒപ്പം RPFും ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ, അതായത് ബീച്ചിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇനിയിപ്പോൾ കേരള പോലീസ് CCTV ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ ദൃശ്യം കണ്ടുറപ്പിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കാം. അതിൻ്റെ വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാനും കഴിയും.